ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം ഒരെണ്ണം പഠിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം പഠിച്ചിരുന്നു അല്ലേ? നിങ്ങളോട് ഇത് ഈ മാസം തീരുന്നതിന് മുമ്പ് കാണാപ്പാഠം പഠിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പരിശ്രമിക്കുന്നുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പഠിച്ചു നോക്കണം, പ്രാർത്ഥിച്ചു നോക്കണം. ആ സ്തോത്രഗീതത്തിൽ ലൂക്കാ സുവിശേഷം 1-ാം 48-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത് നമ്മൾ വായിക്കുന്നില്ലേ? അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ അല്ലെങ്കിൽ എളിമയെ കടാക്ഷിച്ചു. കടാക്ഷിച്ചു എന്ന് വെച്ചാൽ എന്താ? ചുമ്മാ ഒരു കാഴ്ച കണ്ടു എന്നൊന്നും മാത്രമല്ല, അതിൽ സംപ്രീതനായി വലിയൊരു സ്നേഹത്തോടു കൂടി അവളെ കടാക്ഷിച്ചു, കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. തൻ്റെ ദാസിയുടെ എളിമയെ കടാക്ഷിച്ചു. നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഒരു വലിയ നന്മ, വലിയൊരു കൃപയാണ് എളിമപ്പെടുക എന്നുള്ളത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചില്ലേ, നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് തരും എന്താ? ആത്മധൈര്യം തരും. പല കാര്യങ്ങളെയും അതിജീവിക്കാൻ, പിടിച്ചു നിൽക്കാൻ, വലിയ സഹനങ്ങളെ ഒന്ന് ഇടിച്ചിടിച്ചൊക്കെ കയറി നിൽക്കാൻ വേണ്ടി നമുക്ക് ആത്മധൈര്യം ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ എളിമയോടുകൂടി നിന്ന കർത്താവ് പെട്ടെന്ന് കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയും. പരിശുദ്ധമ്മയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അമ്മ അതുകൊണ്ടാണ് പറയുന്നത്, അവിടുന്ന് തൻ്റെ ദാസിയുടെ എളിമയെ, താഴ്മയെ കടാക്ഷിച്ചു എന്ന്. കർത്താവിന് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണ് എളിമയുള്ളവർ. നമ്മൾ ചെറിയ അഹങ്കാരികളൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? അഹങ്കാരികളെ കർത്താവ് വെച്ച് പൊറപ്പിക്കത്തില്ലെന്നാണ് വചനം പറയുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആ വാക്യത്തിൻ്റെ പവർ നന്നായിട്ട് മനസ്സിലാക്കണേ. ദൈവം എതിർക്കുന്നു എന്ന് പറയുക. നോക്ക്, ശക്തനായ ദൈവം നമുക്കെതിര് നിന്നുള്ള അവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ. ഒറ്റ കൂട്ടർക്കെതിരെയാണ് ദൈവം എതിര് നിൽക്കുന്നതെന്ന് പറയുക. ആർക്കെതിരെയാണ്? ദൈവം അഹങ്കാരികൾക്കെതിര് നിൽക്കുന്നു. അവരെ ഇഞ്ചപ്പരവും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ട വലിയൊരു കൃപയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എളിമ. അവിടുന്ന് അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. നമ്മൾ എളിമപ്പെട്ട് നിന്നാൽ, എളിമപ്പെടുക എന്ന് വെച്ചാൽ എനിക്കൊന്നും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കല്ല. നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ, പ്രത്യേകിച്ച് ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് വെച്ചാൽ കർത്താവിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, കർത്താവിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരാൾക്കുള്ള ഏറ്റവും വലിയ കൃപയാണ് എളിമ. ഇത് എൻ്റെ അല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ബുദ്ധിശക്തിയല്ല, എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആത്മാവിൽ ദാരിദ്ര്യം, കർത്താവില്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരു ജീവിതമാണത് എളിമപ്പെടുക എന്ന് വെച്ചാൽ. പരിശുദ്ധ അമ്മ അങ്ങനെയല്ല നിൽക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് കൊടുക്കുകയാണ്. ഈശോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളും അങ്ങനെ വിട്ടു കൊടുക്കാൻ തുടങ്ങിയാണ്ടല്ലോ, നമ്മൾ എളിമപ്പെടാൻ തുടങ്ങിയാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്ക് കൃപ ചൊരിയുകയും ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വചനമാണ് പഴയ നിയമത്തിൽ സുഭാഷിതങ്ങൾ, സങ്കീർത്തനം കഴിഞ്ഞപാടെ സുഭാഷിതങ്ങൾ 29. ഈ പറയുന്ന വചനമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം, എഴുതിയെടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. 29-ാമത്തെ അധ്യായം സുഭാഷിതങ്ങൾ അതിൻ്റെ 23-ാമത്തെ വാക്യം. വചനം ഇങ്ങനെയാണ്: അഹങ്കാരി നിലം പതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. ഒന്നുകൂടെ അത് ശ്രദ്ധിച്ച് കേട്ടെ. അഹങ്കാരി നിലം പതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. എന്ന് വെച്ചാൽ അവനെ നിലം പതിപ്പിക്കാൻ കർത്താവ് വരെ അവനെ എതിര് നിൽക്കുക എന്ന് പറഞ്ഞേ. വിനീത ഹൃദയൻ എന്ത് കിട്ടും? ബഹുമതി കിട്ടും. നമ്മൾ മുമ്പേ വചനത്തിൽ വായിച്ചു, കർത്താവ് എളിമയുള്ളവനെ പിടിച്ച് ഉയർത്തും, അവന് ബഹുമതി കൊടുക്കും, അവനിലേക്ക് കൃപ ചൊരിയെന്ന് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് എളിമപ്പെട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിലപ്പം നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നടക്കും. നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ച പോലെ തന്നെ ചിലപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് സഹനങ്ങളും വേദനകളും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മളെന്തോ അങ്ങ് മണ്ട കയറി എന്നൊക്കെ തോന്നുന്ന സമയത്തേക്ക് രണ്ടിടിയൊക്കെ തന്ന് നമ്മൾ തന്നെ താഴെ വീഴുമായിരിക്കും. ചിലപ്പോൾ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. എളിമപ്പെട്ട് നിൽക്കുക. ഇത് കർത്താവ് തന്നതാണ്. ഇത് കർത്താവ് എനിക്ക് തന്നൊരു ജീവിതമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല, എന്നാലും ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഈശോ എന്നെ ഉയർത്തും എന്നുള്ള ഉറച്ച പ്രത്യാശയിൽ എളിമയോടുകൂടി നിൽക്കുക. കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളും. ആ ഒരു പ്രതീക്ഷയിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ഉയർത്തിയ അമ്മ നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. അതുകൊണ്ടാണ് അമ്മയോട് ചേർന്ന് നമുക്കിന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറയാം, എൻ്റെ ആത്മാവും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കാരണം വിനീത ഹൃദയരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, വിനീത ഹൃദയർക്ക് കൃപ നൽകി അവരെ ബഹുമതി കൊണ്ട് അലങ്കരിക്കുന്ന കർത്താവ് തൻ്റെ ദാസൻ്റെ എളിമയെ, താഴ്മയെ തൃക്കൺ പാർത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക, എളിമ എന്ന ഈ വരവും ഈ പുണ്യവും ഈ കൃപയും എൻ്റെ ഉള്ളിലേക്ക് തരണമേ. പരിശുദ്ധ അമ്മയിൽ നിറച്ചു കൊടുത്ത പോലെ എൻ്റെ ഉള്ളിലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലും ഈ എളിമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നാളെ നേരത്തെ അറിയിച്ചതുപോലെ നാളെ 23-ാം തീയതി വൈകുന്നേരം 7:30 മുതൽ 12:30 വരെ ഇവിടെ നൈറ്റ് വിജിൽ നടക്കുകയാണ്. നമുക്കറിയാം, ഞായറാഴ്ച പന്തക്കുസ്താ തിരുനാളാണ്. പന്തക്കുസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള ഒരു നൈറ്റ് വിജിലാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റില്ലെന്നറിയാം. എങ്കിലും എത്തിച്ചേരാൻ പറ്റുന്നവരൊക്കെ കോട്ടയം പാമ്പാടിയിലുള്ള ഈ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള വഴി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ കൂടെ ഫോൺ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പർ വിളിച്ചാൽ വരാനുള്ള വഴിയൊക്കെ അവർ പറഞ്ഞു തരും.
ഇവിടെ അടുത്ത ദേശത്തുള്ളവരെല്ലാം തീർച്ചയായിട്ടും ഇവിടെ വരിക. നാളെ രാത്രി 7:30 മുതൽ രാത്രി 12:30 വരെയുള്ള സമയത്ത് നമുക്ക് വചന ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങളെല്ലാവരും അതിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ. ഒപ്പം തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. വലിയൊരു അഭിഷേകത്തോടെ ഈ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു. അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഈശോയോട് എപ്പോഴും സംസാരിക്കുന്നു. ആ കൃപയിൽ, ആ അനുഗ്രഹത്തിൽ മുന്നോട്ട് നീങ്ങുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.